കാർത്തിക് ഞങ്ങളെ ഒരു അടിപൊളി വാട്ടർഫോൾസ് കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ബൈ ടാറ്റാ സീ യു. വീട്ടില് അടിക്കാത്ത ആള് ഇവിടെ വന്നിട്ട് വൃത്തിയാക്കണം. കുറച്ചൊരു വ്യത്യാസം കൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ സൈഡ് വക്കത്തായിട്ട് ഇവിടെ മുളക് പൊടിയും ഇവിടെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കേബിൾ കാറിന്റെ പ്രത്യേകത വേൾഡിലെ ലോങ്സ്റ്റ് റിവേഴ്സിബിൾ കേബിൾ കാർ എന്നുള്ള റെക്കോർഡ് കിട്ടിയത് ഇവർക്കാണ്. ഈ റൂമിന്റെ ബാൽക്കണി ഓപ്പണോ, നേരെ ബുക്കേലേക്കാ. വിരുന്നുകാരെ ഒന്നും ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ് ഫ്രം അരിനി. ഇന്നലെ ഞങ്ങൾ കോർവിരാബ് മൊണാസ്ട്രി കണ്ടിട്ട് നേരെ വന്നത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലമാണ്. ശാന്തസുന്ദരമായ പ്രശാന്തമായ മലനിരകൾക്കടിയിലൂടെ ഒഴുകുന്ന അരുവി കാണിച്ചു തരാവേ. ഇവിടെ കേട്ടോ ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു അമ്മച്ചി. സൂപ്പർ സ്പോട്ട് കാണിച്ചു തരാം. ബാർബിക്യൂ ചെയ്യാനുള്ള സ്പോട്ടുകളാണ് കേട്ടോ. വൈൻ ഉണ്ടാക്കുന്ന കേട്ടോ പണ്ടത്തെ. വീട്ടില് അടിക്കാത്ത ആള് ഇവിടെ വന്നിട്ട് വൃത്തിയാക്കണം. ഹാരി പോട്ടറിന്റെ സാധനമൊക്കെ ഉണ്ട്. അത് ഹാരി പോട്ടറിന്റെ സാധനമാണോ അത് അടിക്കണ സാധനമാണെന്ന് അറിയില്ല. ഇത് ഗ്രീൻ ആപ്പിളിന്റെ മരം കേട്ടോ. നിറയെ ഗ്രീൻ ആപ്പിൾ ഉണ്ട് ഇവിടെ. എല്ലാം നല്ല കായ്ച്ചു കിടക്കുക. ഇവിടെ ഒന്നും ആപ്പിൾ ആർക്കും വേണ്ട. നമുക്ക് ചക്കയൊന്നും വേണ്ട. ചക്കയും മാങ്ങയൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടാണ്ട് വീട്ടിൽ കിടക്കത്തില്ലേ, അതുപോലെ ഇവിടെ ഗ്രീൻ ആപ്പിളൊക്കെ വേണ്ടാതെ കിടക്കുന്നു. പക്ഷെ ആപ്പിളാണ് നമുക്കെങ്കിലും വേണ്ടാതെ കിടക്കാൻ വഴിയില്ല അല്ലേ? നമ്മൾ തിന്നില്ലേ? മീൻ പിടിക്കാതിരിക്കാ. നന്നായി അത് ചോദിച്ചത്, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചാലോ. ഇതാണ് റിയൽ പച്ചവെള്ളം. ഓക്കെ ക്യാച്ച് വാക്ക്. ഓ വീണ് കാർത്തിക്കിന്റെ ക്യാച്ച് വാക്ക്. പക്ഷെ ഉണ്ടല്ലോ, കാർത്തിക്കും പച്ച വെള്ളവും പച്ച കളറായതുകൊണ്ട് അരണ പോണ പോലെ ഉണ്ട്. ഇനി ബ്രോയുടെ ക്യാച്ച് വാക്ക്. ഓക്കെ റിയൽ ക്യാച്ച് വാക്കാണ് കാണിക്കാൻ പോണത്. നമ്മള് പുറത്ത് റോമിങ് അറൗണ്ട് കഴിഞ്ഞു. നമ്മള് ടീ കുടിക്കാൻ പോകും. അപ്പൊ നമ്മള് കഴിക്കണത് ഈ കപ്പലിൽ ഇരുന്നിട്ടാട്ടോ. ഇതാണ് നമ്മുടെ അമ്മച്ചിട്ടോ. ഞങ്ങളങ്ങനെ അമ്മച്ചിയോട് ബായ് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അമ്മച്ചി ബായ്. ആ മുന്തിരി ഞങ്ങളോട് കൊണ്ടുപോയിക്കോളാൻ പറയുക. ബൈ ടാറ്റാ സീ യു. ചാओ. ചാവാനോ? ഓൺ ദി വേയിൽ നിരത്തി പിടിച്ചിരുന്ന് കച്ചവടം നടത്തുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി. ഇവിടെ നമ്മുടെ വണ്ടി നിർത്താനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. ഇവിടെയൊക്കെ വാറ്റും ചാരായവും ഒക്കെ വലിയ കുപ്പിയിലാക്കി ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. നമ്മൾ അവിടെ നിന്നൊരു മോരും വെള്ളവും വാങ്ങി ഇറങ്ങി. ഞങ്ങൾ വരുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കും കേട്ടോ. ഇതാട്ടോ റെസ്റ്റോറൻറ്റ്. കാർത്തിക് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കഴിക്കാൻ. ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്നവർക്കും തിരക്കില്ല, ഇവിടെ കഴിക്കാൻ വരുന്നവർക്കും തിരക്കൊന്നുമില്ല. അപ്പം തലയും കൊണ്ട് വെച്ചോ. അപ്പം ഇവിടെ വന്ന് രണ്ടെണ്ണമൊക്കെ അടിച്ച് കേടി ഇരുന്ന് സെറ്റായി. ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. അത് കാര്യം പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കയറിയതാണ്. ഇപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഡിന്നറും ഒക്കെ കൂടെ ആയിട്ടുണ്ട്. ഇത് പോർക്ക് പിസ്സ ആണ് പറഞ്ഞത്, അതാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ജോർജിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന കച്ചാപ്പൂരി, ഇവിടെ വേറെ പേരാണ്. എന്താ അഡ്ജാരിയാണോ? അഡ്ജാരിയൻ അങ്ങനത്തെ പേര്. ജോർജിയയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം കൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ സൈഡ് വക്കത്തായിട്ട് ഇവിടെ മുളക് പൊടിയും ഇവിടെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ നടുക്ക് സ്ഥിരം ചീസും മുട്ടയും. നമ്മളൊരു ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥിരം ബെഡ്ഷീറ്റ് അല്ല ലവാഷ് ഞങ്ങളിവിടുന്ന് ഇറങ്ങും കേട്ടോ. പെരുമ്പാമ്പര വിഴിഞ്ഞ പോലെ ആയിപ്പോയി. ബാക്കി കുറച്ച് പാഴ്സൽ കൊടുത്തു.
ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ. സെറ്റ് ഫുഡ്, ടേസ്റ്റി ഫുഡ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണ്. കാർത്തികിന്റെ ഒക്കെ മുഖത്തെ രക്തപ്രസാദം നോക്കൂ. രക്തപ്രസാദോ? നിങ്ങൾ തിളങ്ങുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ നാച്ചുറലി തിളങ്ങുന്നല്ലേ. ഞങ്ങൾ ഇവിടുന്ന് 2.5 മണിക്കൂർ ഡ്രൈവാണ്. കത്തിച്ചു വിടാൻ പോവാണ് കാർത്തിക്. പറപ്പിച്ചു വിടാ പാപ്പ. അങ്ങനെ ഞങ്ങൾ തത്തേവ് മൊനാസ്ട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർത്തിക് നേരെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർത്തിക് ഞങ്ങളെ ഒരു അടിപൊളി വാട്ടർഫോൾസ് കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. പോയി നോക്കാം. നമ്മളിപ്പോൾ അർമേനിയയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഷക്കി വാട്ടർഫോൾസ്. 18 മീറ്റർ ഉയരത്തിലുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ പുറകിലുള്ളത് ഒരു സാഡ് സ്റ്റോറിയാണ്. പണ്ട് ഷക്കി എന്ന് പേരുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നു. ഒരിക്കല് കച്ചവടക്കാർ ഈ പെങ്കൊച്ചിനെ കണ്ട് അതിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ പെൺകുട്ടി പാറയുടെ മുകളിൽ നിന്ന് താഴത്ത് ഒഴുകുന്ന പുഴയിലേക്ക് എടുത്തിയാടി. ആ കുട്ടിയുടെ ഡ്രസ്സ് കാറ്റിൽ പറന്ന് ഇപ്പൊ ഈ കാണുന്ന വാട്ടർഫോൾസ് പോലെ ഫോം ചെയ്തു. ഇതാണ് സ്റ്റോറി. വാട്ടർഫോൾസ് കണ്ടിറങ്ങി. ഞങ്ങളൊക്കെ നനഞ്ഞ് കോഴിയെ പോലെയായി. ഞാൻ നനഞ്ഞ ഇവരൊക്കെ കോഴി. അപ്പൊ ഞങ്ങൾ ഷക്കി വാട്ടർഫോൾസ് കണ്ടിട്ടുള്ള നടത്താണ്. ഞങ്ങള് ഒരു ഡ്രിങ്ക് വാങ്ങിച്ചു കേട്ടോ. ഈ ഡ്രിങ്കിന്റെ പേരാണ് കമ്പോട്ട്. കണ്ടാലൊരു കളർ കയറ്റി വെള്ളാന്ന് തോന്നും. കരിങ്ങാലി വെള്ളത്തിന് കളർ കൂടിയതാന്ന് തോന്നുമെങ്കിലും നല്ല മധുരമുള്ള വെള്ളം അത്. ഇതൊരു നാഷണൽ ഡ്രിങ്കിലൊന്നാണ് അല്ലേ? നല്ല മധുരം. ഇതിനകത്ത് ഇട്ടേക്കുന്നത് സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി എല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഷക്കി വാട്ടർഫോൾസിൽ നിന്ന് നനഞ്ഞ തുണിയെല്ലാം ഉണക്കി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കാണ്. വിങ്സ് ഓഫ് തത്തേവ്. ഞങ്ങൾ അങ്ങനെ കേബിൾ കാറിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാട്ടോ. 6500 ഡ്രാമാണ് ഒരാളുടെ ടിക്കറ്റ്. നമ്മൾ 1 വേ മാത്രം പോകുന്നുള്ളൂ. കാരണം നമ്മുടെ കാർത്തു അങ്ങോട്ട് വരുന്നുണ്ട്. പണിവാളി 5 മണിയായിട്ടുള്ളൂ. ഇനി അടുത്ത കേബിൾ കാർ 5:40 നമ്മൾ വന്നൊരു ശലകം സമയം തെറ്റിപ്പോയി. അപ്പം ദേ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കത് കയറാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ 40 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പം 40 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ആ കേബിൾ കാറിൽ കയറാനുള്ള 40 മിനിറ്റ് നമുക്ക് ഇന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം കാറിൽ കയറി നമ്മൾ തത്തേവ് പോയിട്ട് തത്തേവ് മൊനാസ്ട്രി കണ്ടിട്ട് അവിടെ നിന്ന് കാർത്തിക് ഞങ്ങളെ ഇന്ന് ബുക്ക് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്ക് റൂമിലേക്ക് കൊണ്ടുപോകും. ഈ കേബിൾ കാറിന്റെ പ്രത്യേകത വേൾഡിലെ ലോങ്ങസ്റ്റ് റിവേഴ്സിബിൾ കേബിൾ കാർ എന്നുള്ള റെക്കോർഡ് കിട്ടിയത് ഇവർക്കാണ്. ഇത് നോക്കിക്കേ, ആപ്പിളൊക്കെ നിലത്ത് കിടക്കുന്നത്. റെഡ് ആപ്പിള്. രാവിലെ നമ്മൾ ഗ്രീൻ ആപ്പിൾ കണ്ടില്ലേ? ഇപ്പൊ ഇവിടെ റെഡ് ആപ്പിൾ നിലത്ത് കിടക്കുക. ഇത് മൊത്തം ആപ്പിളാ. കൈയും കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാവുന്ന അത്രയും ഉയരേ ഉള്ളൂ ആപ്പിളിന്റെ മരത്തിന്. ഞങ്ങൾ കാറിൽ പോകുമ്പോ കേബിൾ കാർ അതാ പോണു. കേബിൾ കാറിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഓടിച്ചിട്ട് അവനെ റോട്ടിൽ കൂടെ പിടിക്കുന്നുണ്ട്. ഇതാട്ടോ കേബിൾ കാർ വന്ന് ഇറങ്ങുന്ന സ്ഥലം. ഇവിടെയും ഫുള്ള് ആപ്പിൾ തോട്ടം. ഞങ്ങൾ മൊനാസ്ട്രിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ചെറിയൊരു റോഡുണ്ട്, ഫ്രീ എൻട്രി ആട്ടോ. ഓടി കയറിക്കോ. അത്രയും വലിയൊരു കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഈ മൊനാസ്ട്രിക്ക് ഏകദേശം ഈ ഒരു സൈസ് ഉള്ളൂ കേട്ടോ. നമ്മുടെയൊക്കെ പള്ളിയിൽ വലിയ പള്ളിയായിരിക്കുമല്ലോ. ഇപ്പോൾ ഇവിടുത്തെ കോമ്പൗണ്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതിനകത്ത് മുഴുവൻ പള്ളിയായിരിക്കുന്നത്. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ മൊനാസ്ട്രി ഇതേ ഇതുപോലെ ചെറിയൊരു സൈസിലായിരിക്കും. ചെറുതല്ല, തീരെ ചെറുതല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബാക്കി ഒരുപാട് എന്താണെന്ന് മനസ്സിലാവാത്ത സുവനീർ ഷോപ്പുകൾ. അതായത് ഒരു പേരിൻ്റെ ഒരു ട്രീ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നതാണെന്നൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലാവില്ല. നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഏതോ ഒരു കോട്ട പോലെ ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ്. അയ്യോ, ഈ റൂമിന്റെ ബാൽക്കണിക്കോ. ഈ റൂമിന്റെ ബാൽക്കണി ഓപ്പൺ
എങ്ങനെയൊക്കെയാ വിരുന്നുകാരെ ഒന്നും ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. കാരണം രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങി വന്നാലും എന്റെ കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. തത്തേവ് മൊണാസ്ട്രി ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. തത്തേവിൽ തന്നെ ഒരു റൂം എടുക്കണം. അത് ഞാൻ റെഡിയാക്കാം. ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം വെൽ പ്ലാൻഡ് ആയതുകൊണ്ട് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. ഒന്നും പേടിക്കണ്ട, ആരും പേടിക്കണ്ട, എല്ലാം അണ്ടർ കൺട്രോൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുമ്പോഴേക്കും ബൈ ബൈ ഫ്രം തത്തേവ് മൊണാസ്ട്രി.